ഹലോ, വെൽക്കം ടു പ്രബ് സ്കെയിൽ. നമുക്ക് എന്ത് ചെയ്യാം? ഡയറി ഫ്രം ഇൻസ്ട്രക്ടറുടെ കുറച്ച് ഫിസിക്സിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രബ് സ്കെയിലിന്റെ ക്ലാസ്സുകൾ നടത്തുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നാച്ചർ ഫ്രം സ്ട്രോങ്ങസ്റ്റ് ടു വീക്കസ്റ്റ്? ഓക്കെ, നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിൽ എത്ര ടൈപ്പ് ഫോഴ്സസ് ഉണ്ട്? 4 ടൈപ്പ് ഫോഴ്സ് ഉള്ളത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ തന്നെ ഏതാ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇങ്ങനെ 4 ടൈപ്പ് ഫോഴ്സുകളാണുള്ളത്. ഈ ഫോഴ്സുകളെ സ്ട്രോങ് ആയതിൽ നിന്നും വീക്ക് ആയതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഇത് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയായിരിക്കും, എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്? ഒന്ന് പറഞ്ഞേ. ആദ്യം ഏതായിരിക്കും? ഏറ്റവും സ്ട്രോങ് ആയത് ഏതായിരിക്കും? നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരുന്നത്. ദെൻ അതിനുശേഷം വരുന്നതാണ് ഏത്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും, അതായത് ഈ പറയുന്ന നമ്മുടെ നാച്ചുറല് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഏത്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ അറിഞ്ഞിരിക്കുക, ആ ഒരു ഫണ്ടമെന്റൽ ഫോഴ്സുകളാണ് 4 പറയുന്നത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കിട്ടിയല്ലോ. ഏറ്റവും വീക്ക് ആയത് ഏതാണ്? ഗ്രാവിറ്റി ആണ്. ഏറ്റവും സ്ട്രോങ് ആയത് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഐഡന്റിഫൈ ദി ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഫ്രം ദി ഫോളോയിങ്. ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഒന്ന് നോക്കി നോക്കൂ. ഇതിൽ ഏതാണ് ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഏതാണ്? ഒന്ന് പറഞ്ഞേ. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഇല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? ml⁻², t⁻², എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഫോഴ്സിന്റെ ഡയമെൻഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ദെൻ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഉണ്ടായിരിക്കോ? എന്താ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഒന്ന് പറഞ്ഞേ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? റിലേറ്റ് ചെയ്യാണ് എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ദി ഡെൻസിറ്റി ഓഫ് ദി എന്താ നമ്മുടെ എയറോ ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. സോ അവിടെ എന്താ ചെയ്യുന്നത്? റിലേറ്റ് ചെയ്യാണ് എന്ന് വെച്ചാൽ രണ്ടും എന്താണ്? ഒരേ ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ? സോ ഒരേ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്ത് ചെയ്യും? കട്ടായി പോവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. സോ ഇവിടെ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ്? റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. സ്ട്രെസ്സിന് ഡയമെൻഷൻ ഉണ്ടല്ലോ, നമുക്കറിയാം. സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ? പ്രഷർ തന്നെയാണ്. പ്രഷർ നമുക്ക് പഠിച്ചിട്ടുണ്ട്. പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയ. സോ അതിന്റെ ഡയമെൻഷൻ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. ഫോഴ്സിനുണ്ട്, ഏരിയയ്ക്കും ഉണ്ട്. സോ പ്രഷറിന് എന്തായിരിക്കും? ഡയമെൻഷൻ ഉണ്ടായിരിക്കും. ദെൻ വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ അതിനും എന്തുണ്ടായിരിക്കും? ഈ പറയുന്ന ഡയമെൻഷൻ ഉണ്ടായിരിക്കും. സോ ഇവിടെ ഡയമെൻഷൻ ഇല്ലാത്ത ഒരേ ഒരു ക്വാണ്ടിറ്റി ഏതാണ്? നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് വൺ. A particle moving along a circular path of radius r, what is the distance and displacement of the particle after one complete revolution? ഒന്ന് പറഞ്ഞേ, എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? ഒരു സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഒരു സർക്കിൾ അല്ലേ? സർക്കിളിന്റെ ടോട്ടൽ ചുറ്റളവ് എത്രയാ? 2πr അല്ലേ? ഓക്കെ, സോ അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്താണ്? 2πr ആണ്. കിട്ടിയല്ലോ. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? അതായത് പോയ അതേ പോയിന്റിലോട്ട് തന്നെയല്ലേ തിരിച്ചു വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും എന്താണ്? സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 0 അല്ലേ? നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഏത് പോയിന്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിലോട്ട് തന്നെയാണ് ഈ പാർട്ടിക്കിൾസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ അതിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2πr ആയിരിക്കും. സോ ഇതിന്റെ ആൻസർ എന്താണ്? 2πr 0. ഓക്കെ ആണല്ലോ. നേരെ തിരിച്ച് ഇടരുത് കേട്ടോ. 0 2πr എന്ന് ഇടരുത് കേട്ടോ. കാരണം നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏതാ? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ 2πr 0. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്. വിച്ച് എമൗണ്ട് ദ ഫോളോയിങ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി? എന്താ സ്കേലാർ ക്വാണ്ടിറ്റി? എന്താന്ന് പറഞ്ഞേ കേക്കട്ടെ. സ്കേലാർ ക്വാണ്ടിറ്റി എന്താ? മെഷർമെന്റ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? സ്കേലാർ ക്വാണ്ടിറ്റീസ്. നമുക്കറിയാം 2 ക്വാണ്ടിറ്റീസ് ആണുള്ളത്. സ്കേലാർ ക്വാണ്ടിറ്റീസ് ഉണ്ട്, വെക്ടർ ക്വാണ്ടിറ്റീസ് ഉണ്ട്.
വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ മെഷർമെന്റും അല്ലെങ്കിൽ അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിനൊരു ഡയറക്ഷനും ഉണ്ടായിരിക്കും. അതാണ് എന്ത് വെക്ടർ ക്വാണ്ടിറ്റി. എന്നാൽ സ്കേലർ ക്വാണ്ടിറ്റിക്ക് എന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിന് എന്തുണ്ടായിരിക്കില്ല? ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല, ദിശ സൂചിപ്പിക്കുന്നില്ല. സോ സ്കേലർ ക്വാണ്ടിറ്റി ഇതിൽ ഏതാണ്? ഒന്ന് പറഞ്ഞേ. ഡിസ്പ്ലേസ്മെന്റ് ഏത് ക്വാണ്ടിറ്റിയാ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നമുക്കറിയാം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്തുണ്ട്? ഡയറക്ഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ ആക്സലറേഷൻ എന്ത് ക്വാണ്ടിറ്റിയാ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആക്സലറേഷൻ എന്ത് കാണിക്കുന്നുണ്ട്? നമ്മൾ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്. ദെൻ പ്രഷർ എഴുതുമ്പോൾ നമ്മൾ എവിടെയും ഡയറക്ഷൻ പറയുന്നുണ്ടോ? ഇല്ല. സോ ഇവിടുത്തെ സ്കേലർ ക്വാണ്ടിറ്റി ഏതാണ്? പ്രഷർ ആണ് നമ്മുടെ സ്കേലർ ക്വാണ്ടിറ്റി. കിട്ടിയല്ലോ. ഇപ്പൊ സ്കേലർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഏത്? നമ്മുടെ സ്കേലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ വർക്ക്, എനർജി ഒക്കെ എന്താണ്? സ്കേലർ ക്വാണ്ടിറ്റീസ് ആണ് കേട്ടോ. ഇനി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? നമ്മുടെ വെക്ടർ ക്വാണ്ടിറ്റീസ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. വിച്ച് ലോ ഈസ് ഓൾസോ നോൺ ആസ് ദി ലോ ഓഫ് ഇനേർഷ്യ? ഒന്ന് പറഞ്ഞേ. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ, കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, നൺ ഓഫ് ദി എബോ. ഏതാണ്? ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതായിരിക്കും? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നത്. പഠിച്ചിട്ടുണ്ടോ? ഇനേർഷ്യ ഓഫ് എന്താണ്? റെസ്റ്റ് ആൻഡ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ വണ്ടിയിൽ നിന്ന് ബസ്സിൽ നിന്ന് ബാക്കിലോട്ട് പോകണം, മുന്നിലോട്ട് പോകണം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ആ ഒരു സംഭവം തന്നെ. സോ അതാണ് ലോ ഓഫ് ഇനേർഷ്യ. അതിന് ബന്ധപ്പെട്ട ലോ ആണ് ഏത്? നമ്മുടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടല്ലോ. എവറി ബോഡി എന്താണ്? ഒരു ബോഡിക്ക് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ അല്ലെങ്കിൽ യൂണിഫോം മോഷനോ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ആ ഒരു സംഭവമാണ് ഈ പറയുന്ന ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അത് ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ലോ ഓഫ് ഇനേർഷ്യ. കിട്ടിയല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. എ മൂവിംഗ് ബോഡി ഹാസ് കൈനറ്റിക് എനർജി 15 ജൂൾ. ദി വർക്ക് ഡൺ ടു സ്റ്റോപ്പ് ദ ബോഡി ഈസ് ഗിവൺ ബൈ. എന്താണ്? കൈനറ്റിക് എനർജിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കൈനറ്റിക് എനർജി നമുക്ക് 15 ജൂൾ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? വർക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആണ് എന്ത്? വർക്ക് എന്ന് പറയുന്നത് അല്ലേ? ചേഞ്ചിങ് കൈനറ്റിക് ആണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി. അതല്ലേ ചേഞ്ച് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അല്ലേ? സോ ഇവിടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി നമുക്ക് 0 കൊടുക്കാം. എ മൂവിംഗ് ബോഡി ഹാസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് അത് റെസ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ അതിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി 15. അപ്പൊ എന്ത് ചെയ്യും? -15 കിട്ടും. ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 15 ജൂൾ. കിട്ടിയല്ലോ. സോ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി, 15 ജൂൾ. കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയാണ്. ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആണ് എന്ത്? വർക്ക് എന്ന് പറയുന്നത്. പഠിച്ചിരിക്കുക. ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആണ് വർക്ക്. ക്ലിയർ? നെക്സ്റ്റ്, ഹുക്സ് ലോ എന്താ? ഹുക്സ് ലോ എന്ന് പറഞ്ഞേ. പഠിച്ചിട്ടുണ്ടോ? വിത്തിൻ ആൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതന്നെയാണ് നമ്മുടെ ഹുക്സ് ലോ. എന്ന് വെച്ചാൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ. അതാണ് എന്ത്? നമ്മുടെ ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ ഇലാസ്റ്റിക് ലിമിറ്റിൽ അതിന്റെ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ആ ഒരു ലോ ആണ് ഇത് നമ്മുടെ ഹുക്സ് ലോ എന്ന് പറയുന്നത്. അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ആക്ഷൻ ഓഫ് ഡിറ്റർജൻസിന്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡിക്രീസ് ദി സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ, ഇൻക്രീസ് ദി വിസ്കോസിറ്റി ഓഫ് വാട്ടർ, ഇൻക്രീസ് ദി സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ, നൺ ഓഫ് ദി എബോ. ഒന്ന് പറഞ്ഞേ. ഡിറ്റർജന്റ് എന്താ ചെയ്യുക? ഡിറ്റർജന്റ് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഡ്രസ്സിനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഡിറ്റർജൻസ് യൂസ് ചെയ്യുക. ഈ ഡിറ്റർജൻസ് എന്താ ചെയ്യുന്നത്? പൊതുവെ ഡിറ്റർജൻസ് എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഡിറ്റർജൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലോത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ചളിയൊക്കെ ക്ലീൻ ആവും. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന വാട്ടറിൽ ഉണ്ടാക്കുന്ന സർഫസ് ടെൻഷനെ കുറയ്ക്കുന്നുണ്ട്. നമുക്കറിയാം വാട്ടറിനകത്ത് എന്തുണ്ട്? H2 അല്ലേ? സോ അവിടെ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് ഒരു സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ. ഈ പറയുന്ന സർഫസ് ടെൻഷനെ ഹൈഡ്രജൻ ബോണ്ടിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട്
ആ ഒരു വസ്ത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചളികളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? ഈ പറഞ്ഞ ഡിറ്റർജന്റ് സഹായിക്കും. സോ ഡിറ്റർജന്റ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ദി സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുന്നത്? ഡിറ്റർജൻസ് സഹായിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? നെക്സ്റ്റ്, സീ ബ്രീസ് ഈസ് ബേസ്ഡ് ഓൺ എന്താ? കടൽക്കാറ്റ്. കടൽക്കാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഏത് പ്രോസസ്സാ? റേഡിയേഷൻ, കൺവെൻഷൻ, കണ്ടക്ഷൻ, നൺ ഓഫ് ദസ്. ഏതായിരിക്കും? സീ ബ്രീസ്. സീ ബ്രീസ് എന്തിനെ ബേസ് ചെയ്തിട്ടാ? റേഡിയേഷൻ ആണോ, കൺവെൻഷൻ ആണോ, കണ്ടക്ഷൻ ആണോ? ഏതായിരിക്കും? ഒന്ന് പറഞ്ഞേ. റേഡിയേഷൻ ആവാൻ എന്തായാലും ചാൻസ് ഇല്ല. റേഡിയേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്യാണ്? നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ചിട്ട് അത് ഇവിടുന്ന് തിരിച്ചു പോകണതാണ് എന്ത്? നമ്മുടെ റേഡിയേഷൻ സംഭവിക്കുക എന്നൊക്കെ പറയുന്നത്. സോ ഇവിടെ റേഡിയേഷൻ ആവാനുള്ള ചാൻസ് ഇല്ല. കണ്ടക്ഷൻ ആയിരിക്കും, കൺവെൻഷൻ ആയിരിക്കുമോ? എങ്ങനെയായിരിക്കും? എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? കണ്ടക്ഷനും കൺവെൻഷനും തമ്മിൽ വ്യത്യാസം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ടക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു മോളിക്യൂളിന് ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അടുത്ത മോളിക്യൂളിനും കൊടുക്കും. ആ മോളിക്യൂളിൽ നിന്ന് അടുത്ത മോളിക്യൂളിലോട്ട് പോകും. അങ്ങനെയാണ് എവിടെ നടക്കുന്നത്? നമ്മുടെ കണ്ടക്ഷനിൽ നടക്കുന്നത്. എന്ന് വെച്ചാൽ മോളിക്യൂൾസിന്റെ മോഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു മോളിക്യൂളിന്റെ ഹീറ്റ് അടുത്തയിലോട്ട് പോകും, അവിടെ നിന്ന് അടുത്തയിലോട്ട് പോകും. അങ്ങനെ അങ്ങനെ ആ ഹീറ്റ് ട്രാൻസ്ഫറിങ് ആണ് നടക്കുന്നത്. എന്നാൽ കണ്ടക്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെ സംഭവിക്കുക? കണ്ടക്ഷൻ ആവുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കടൽക്കാറ്റ് നോക്കാം. അതായത് കടലിന് മുകളിലുള്ള വായു എന്ത് ചെയ്യും? ചൂട് പിടിക്കും. ആ ചൂട് പിടിച്ച വായു എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. എന്ന് വെച്ചാൽ അവിടെ തന്മാത്രകൾക്ക് ചലനം സംഭവിച്ചു. ചൂട് പിടിച്ച തന്മാത്രകൾ മുകളിലോട്ട് പോയി. ആണല്ലോ. സോ ഇവിടെ നടക്കുന്നത് ഏത് പ്രോസസ്സാണ്? കൺവെൻഷൻ പ്രോസസ്സാണ്. സീ ബ്രീസിൽ നടക്കുന്നത് ഏത് പ്രോസസ്സാണ്? നമ്മുടെ കൺവെൻഷൻ പ്രോസസ്സാണ് സീ ബ്രീസിൽ നടക്കുന്നത്. സംവഹനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന കൺവെൻഷൻ ആണ് എവിടെ നടക്കുന്നത്? സീ ബ്രീസിൽ നടക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ദ റിലേഷൻ കണക്ട് ഫ്രീക്വൻസി ആൻഡ് ടൈം പീരിയഡ് ഓഫ് എ പീരിയോഡിക് മോഷൻ ഈസ്. ഒന്ന് പറഞ്ഞേ. ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഫ്രീക്വൻസിയും ടൈം പീരിയഡും തമ്മിലുള്ള കണക്ഷൻ നമുക്കറിയാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് ടൈം പീരിയഡിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ടൈം പീരിയഡ് കുറയും. സോ എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു 1/t, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1/t എന്ന് കൊടുക്കാം. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. എഫ് ഇസ് ഈക്വൽ ടു 1/t. മറന്നു പോയത് കേട്ടോ. എഫ് ഇസ് ഈക്വൽ ടു 1/t. ഫ്രീക്വൻസിയും ടൈമും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, condensation of charge is q is equal to plus or minus ne, q is equal to n square e, q is equal to n by e, none of the above. ഏതായിരിക്കും? condensation of charge ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ എ അല്ലേ? q is equal to plus or minus ne അല്ലേ? എന്ന് വെച്ചാൽ എന്താ? ചാർജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ടോട്ടൽ ചാർജ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ്. ഈ ബേസിക് ചാർജ് ഇ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. 1.6 × 10⁻⁹ കൂളോം എന്നൊക്കെ പഠിച്ചിട്ടില്ല? അത് കേട്ടോ. സോ കോണ്ടൻസേഷൻ ഓഫ് ചാർജ് പറയുന്നത് Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n × e. എന്ന് വെച്ചാൽ എന്താ? ഇൻഡിജർ ആട്ടോ, ഒരു നമ്പർ ആയിരിക്കും എന്ത്? നമ്മുടെ n എന്ന് പറയുന്നത്. സോ ടോട്ടൽ ചാർജ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ്. ബേസിക് ചാർജ് ഏതാണ്? നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. കിട്ടിയല്ലോ? നെക്സ്റ്റ് വൺ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താ? പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് എന്തായിരിക്കും? എന്താ പൊട്ടൻഷ്യൽ ഇക്വേഷൻ? എങ്ങനെ നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക? പൊട്ടൻഷ്യൽ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞേ. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എന്താ? വർക്ക് ബൈ ചാർജ് അല്ലേ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? വർക്ക് ബൈ ചാർജ് ആണ് എന്ത്? നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്കൊരു സ്ഥലത്തോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ചാർജിനെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രത്തോളം വർക്ക് ചെയ്യണം, അതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞിരിക്കാം. ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ചാർജിനെ നമുക്കൊരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം വർക്ക് കൊടുക്കണം, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. ഇനി യൂണിറ്റ് പറഞ്ഞേ. വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂള്. ബൈ ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളം. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ. ജൂൾ പെർ കൂളം അല്ലേ? ഓപ്ഷൻ എ അല്ലേ ആൻസർ? ജൂൾ പെർ കൂളം അല്ലേ ആൻസർ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, വിച്ച് എമൗണ്ട് ദ ഫോളോയിങ് മെറ്റീരിയൽ ദാറ്റ് ഒബേ ഓംസ് ലോ. നമ്മുടെ ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ. ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും?
ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഓമിക് മെറ്റീരിയൽസ് എന്നൊക്കെ വിളിക്കും. ഓംസ് ലോ ഒബേ ചെയ്യാത്തവരാണ് നോൺ ഓമിക് മെറ്റീരിയൽസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഓംസ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഏത്? നമ്മുടെ ഓപ്ഷൻ ബി കണ്ടക്ടേഴ്സ്. എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ മെറ്റൽസും എന്ത് ചെയ്യും? ഈ പറയുന്ന ഓംസ് ലോ ഒബേ ചെയ്യുന്നവരാണ്. ഒബേ ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ ഡയോഡ്, വാക്വം ട്യൂബ്, തെർമിസിസ്റ്റേഴ്സ്. ഇതൊന്നും എന്ത് ചെയ്യില്ല? നമ്മുടെ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് VI ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈന് കിട്ടണമെന്നില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതാണ് എന്ത്? നമ്മുടെ ഓമിക് മെറ്റീരിയൽ. ഈ ഓമിക് മെറ്റീരിയൽ എക്സാമ്പിൾ ആണ് നമ്മുടെ കണ്ടക്ടേഴ്സ് ഒക്കെ. കിട്ടിയല്ലോ? സോ ഓമിക് മെറ്റീരിയൽ ആണ് ഇത്? ഓപ്ഷൻ ബി കണ്ടക്ടേഴ്സ്. ഓക്കെ ആണോ? നെക്സ്റ്റ്, എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എബോവ് ക്യൂറി ടെമ്പറേച്ചർ ഈസ്. ഒന്ന് പറഞ്ഞേ, ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ക്യൂറി ടെമ്പറേച്ചറിന് ശേഷം അതിന് എന്തായിരിക്കും സംഭവിക്കുക? എന്താ ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകത? എന്തായിരിക്കും? സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളവരാണ് ആര്? നമ്മുടെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ക്യൂറി ടെമ്പറേച്ചർ, എബോവ് ദ ക്യൂറി ടെമ്പറേച്ചർ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് എന്തായി മാറും? ഇറ്റ് ബിക്കം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ ആണല്ലോ? നമുക്ക് പ്രധാനമായിട്ട് 3 മെറ്റീരിയൽസ് ആണുള്ളത്: ഡയാമാഗ്നറ്റ്, പാരാമാഗ്നറ്റ്, ഫെറോമാഗ്നറ്റ്. നമുക്കറിയാം ഡയാമാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒട്ടും മാഗ്നറ്റിസം കാണിക്കാത്തവരാണ് ഡയാമാഗ്നറ്റ്. എന്നാൽ പാരാമാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താ? ഡയാമാഗ്നറ്റും അല്ല, എന്നാൽ ഫെറോമാഗ്നറ്റും അല്ല. അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ചൊരു മാഗ്നറ്റിസം കാണിക്കുകയും ചെയ്യും. ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണ് എന്ത്? പാരാമാഗ്നറ്റിക്. എന്നാൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിസം കാണിക്കുന്ന ആൾക്കാരാണ് എന്ത്? നമ്മുടെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എബോവ് ക്യൂറി ടെമ്പറേച്ചർ അത് എന്തായി മാറുന്നുണ്ട്? ഇറ്റ് ബിക്കം ദി പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. കിട്ടിയോ? സംശയമില്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ട്രാൻസ്ഫോമർ ഈസ്. ഒന്ന് പറഞ്ഞേ, ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? എന്നാലോചിച്ച് നോക്കൂ. ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താ? നമുക്കറിയാം, ഓപ്ഷൻ ബി മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. സെൽഫ് ഇൻഡക്ഷനും ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷനും ഉണ്ട്. സോ ഇവിടെ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതുപോലെ തന്നെ വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്? ഒരു ഡിവൈസ് ആണ് എന്ത്? നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറയും. സോ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ക്ലിയർ? നെക്സ്റ്റ്, ട്യൂണിംഗ് ഓഫ് റേഡിയോ ഈസ് ബേസ്ഡ് ഓൺ. ട്യൂണിംഗ് ഓഫ് റേഡിയോ ഈസ് ബേസ്ഡ് ഓൺ ഏതായിരിക്കും? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, റെസൊണൻസ്, നൺ ഓഫ് ദി എബോവ്. ഏതായിരിക്കും? ട്യൂണിംഗ് ഓഫ് റേഡിയോ ഈസ് ബേസ്ഡ് ഓൺ ഏതായിരിക്കും? റെസൊണൻസ് ആണ്. ഓപ്ഷൻ സി റെസൊണൻസ് ആണ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഏതിനെയാണോ ട്യൂൺ ചെയ്തെടുക്കേണ്ടത് ആ ഒരു വേവിനെ നമ്മുടെ റേഡിയോ വേവിന്റെ അതേ ഒരു ഫ്രീക്വൻസിയിലൂടെ മാറ്റിയെടുത്തിട്ട്, അതായത് ഒരേ ഫ്രീക്വൻസി ആക്കി മാറ്റിയെടുത്തിട്ട് നടക്കുന്നതാണ് ഈ പറഞ്ഞ ട്യൂണിംഗ് ഓഫ് റേഡിയോ എന്ന് റേഡിയോ ആക്ടിവിറ്റി. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഒരേ ഫ്രീക്വൻസി ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാ? റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്യൂണിംഗ് ഓഫ് റേഡിയോ ഈസ് ബേസ്ഡ് ഓൺ നമ്മുടെ റെസൊണൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ്. ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്ഷൻ, ഡിഫ്രാക്ഷൻ, സ്കാറ്ററിംഗ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഒന്ന് പറഞ്ഞേ, ഏതായിരിക്കും? ഒപ്റ്റിക് ഫൈബർ ഏത് പ്രോസസ്സിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒപ്റ്റിക് ഫൈബർ വർക്ക് ചെയ്യുന്നത്. അറിയാവുന്ന കാര്യമാണല്ലോ ഒപ്റ്റിക് ഫൈബർ. അതുപോലെ നമ്മുടെ ഡയമണ്ടിൽ തിളക്കം വരുന്നത്, ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ പറഞ്ഞ നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പ്രോസസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, in photoelectric effect the number of photoelectron emitted per second depends on. എന്താണ്? photoelectric effect the number of photoelectrons emitted per second depend on intensity of incident light, frequency of incident light, wavelength of incident light, none of the above. ഒന്ന് പറഞ്ഞേ, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? നമുക്കറിയാം, നമ്മുടെ ഹെൻറി ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കൊണ്ടുവന്നത്. അതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത ആരാണ്? നമ്മുടെ ഐൻസ്റ്റീൻ ആണ് അതിന് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തത്. സോ ഈ ഐൻസ്റ്റീന്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് പെർ സെക്കൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ.
ഓക്കെ ആണല്ലോ. അതായത് എത്രത്തോളം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? അതിലോട്ട് പതിക്കുന്ന അല്ലെങ്കിൽ അതിലോട്ട് വരുന്ന ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എത്രത്തോളം ഇലക്ട്രോൺസ് അതിന് എമിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് എന്താണ്? ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി. എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓർത്ത് വെക്കുക കേട്ടോ. സോ ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ദി നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് പെർ സെക്കൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇങ്ങനെ പറയാം, ദി കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. ദി സോഴ്സ് ഓഫ് എനർജി ഓഫ് ദ സൺ. സോഴ്സ് ഓഫ് എനർജി ഓഫ് സൺ: കോംപ്ടൺ എഫക്റ്റ്, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പറഞ്ഞേ, സണ്ണിൽ ഉണ്ടാവുന്ന സോഴ്സ് ഓഫ് എനർജി ഏതാ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഓപ്ഷൻ സി, ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലേ? ന്യൂക്ലിയർ ഫ്യൂഷനകത്ത് എന്താ സംഭവിക്കുന്നത്? ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്നിട്ട് വലിയൊരു ന്യൂക്ലിയസ് ആയി മാറുന്നു. ചെറിയ ചെറിയ ന്യൂക്ലിയസ് കൂടി ചേർന്നിട്ട് വലിയൊരു ന്യൂക്ലിയസ് ആയി മാറുന്നു. അതാണ് എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷനിൽ നടക്കുന്നത്. എന്നാൽ ഫിഷൻ എന്ന് വെച്ചാൽ എന്താ? വലിയൊരു ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ന്യൂക്ലിയസ് ആയി മാറുന്നു. അതാണ് എവിടെ ഫിഷൻ നടക്കുന്നത്. എന്നാൽ ന്യൂക്ലിയർ ഫ്യൂഷനിൽ നടക്കുന്നതാണ് എന്ത്? ചെറിയ ചെറിയ ന്യൂക്ലിയസ് കൂടി ചേർന്നിട്ട് വലിയൊരു ന്യൂക്ലിയസ് ആയി മാറുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷനിൽ നടക്കുന്നത്. ആറ്റം ബോംബ് ഏതാ? പറഞ്ഞേ, ആറ്റം ബോംബ്. ആറ്റം ബോംബിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാ? ന്യൂക്ലിയർ ഫിഷൻ ആണ് കേട്ടോ. ആറ്റം ബോംബിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. എന്നാൽ ഹൈഡ്രജൻ ബോംബിൽ ഏതാ? ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാ? ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? നമ്മുടെ ഫ്യൂഷൻ ആണ് കേട്ടോ. സണ്ണിൽ നടക്കുന്ന അതേ ഫ്യൂഷൻ പ്രോസസ് ആണ് എവിടെ നടക്കുന്നത്? ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്നത്. എന്നാൽ ആറ്റം ബോംബിൽ നടക്കുന്നത് നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ദി പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ഇൻടു ഡയറക്റ്റ് കറന്റ് ഈസ് നോൺ ആസ്. ഏതാ? AC ടു DC അല്ലേ? ആൾട്ടർനേറ്റിംഗ് കറന്റ് ഇൻടു ഡയറക്റ്റ് കറന്റ് AC ടു DC ആക്കി മാറ്റുന്ന പ്രോസസ് ഏതാണ്? ഓസിലേഷൻ ആണോ, ആംപ്ലിഫിക്കേഷൻ ആണോ, റെക്ടിഫിക്കേഷൻ ആണോ, അതോ മോഡുലേഷൻ ആണോ? ഒന്ന് പറഞ്ഞേ. AC ടു DC ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് ഏത്? ഓപ്ഷൻ സി, റെക്ടിഫിക്കേഷൻ. AC-നെ DC ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് ഇത് നമ്മുടെ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന 20 ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ. സോ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കൂടെ ക്ലാസ്സുകൾ എടുത്തു തരാം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഏകദേശം പഠിച്ചിരിക്കാം. ഓക്കെ, താങ്ക് യു.